ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് പരീക്ഷ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ജബ് റിയാസത്ത് ദേവഗഡ് കെ ദീവാൻ സർദാർ സുജാൻ സിംഗ് ബൂഡേ ഹുവേ തോ പരമാത്മാ കി യാദായി. റിയാസത്ത് എന്ന് പറഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്, അതായത് നാട്ടുരാജ്യം അല്ലെങ്കിൽ കിങ്ഡം. നാട്ടുരാജ്യമായ ദേവഗഡിലെ ദീവാനായിരുന്നു സർദാർ സുജാൻ സിംഗ്. ദീവാൻ എന്ന് പറഞ്ഞാൽ വിത്ത് മന്ത്രി എന്ന് പറയാം, അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? സർദാർ സുജാൻ സിംഗ്. ബൂഡേ ഹുവേ, അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിന് വയസ്സായപ്പോൾ പരമാത്മാക്കി യാദായി, അതായത് ദൈവത്തെ ഓർത്തു. അതായത് പ്രായമായി, ഒരുപാട് കാലം ജോലിയൊക്കെ ചെയ്തു, രാജ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി വിരമിക്കണമെന്ന ചിന്ത അദ്ദേഹത്തിന് വന്നു. ഇനി ദൈവത്തെ പൂജിച്ചുകൊണ്ടൊക്കെ മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ റിയാസത്ത് ദേവഗഡ് കെ ദീവാൻ സർദാർ സുജാൻ സിംഗ് ബൂഡേ ഹുവേ തോ പരമാത്മാ കി യാദായി. നാട്ടുരാജ്യമായ ദേവഗഡിലെ ദീവാൻ, അതായത് ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയാം, അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അദ്ദേഹം ദൈവത്തെ ഓർത്തു. जाकर महाराज से विनय की कि दीन बंधु दास ने श्रीमान की सेवा 40 साल तक की, अब मेरी അവസ്ഥ भी डल गई. അദ്ദേഹം എന്ത് ചെയ്തു? മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു കി ദീൻ ബന്ധു. അപ്പോൾ മഹാരാജാവിനെ അഭിസംബോധന ചെയ്യുകയാണ്. ദീൻ ബന്ധു എന്ന് പറഞ്ഞാൽ ഗരീബോങ്കി ദോസ്ത്, അതായത് പാവപ്പെട്ടവരുടെ കൂട്ടുകാരാണ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാരാജാവിനോട് പറയുകയാണ്, ദാസിനെ, അങ്ങയുടെ ദാസൻ, അങ്ങയുടെ അടിമ, ശ്രീമാൻ കി സേവ, ശ്രീമാൻ എന്ന് മഹാരാജാവിനെ റെസ്പെക്റ്റോടു കൂടി വിളിക്കുകയാണ്. അപ്പം അങ്ങയെ 40 സാൽ തക് 40 വർഷത്തോളം അങ്ങയെ സേവനം ചെയ്തു, അങ്ങയുടെ കീഴിൽ ജോലി ചെയ്തു. അപ്പം മേരി അവസ്ഥ ഭി ഡൽഗൈ, ഇപ്പോൾ എൻ്റെ അവസ്ഥ ആകെ ഡൽഗൈ എന്ന് പറഞ്ഞാൽ കംസോർ ഹോഗൈ, അതായത് ദുർബലമായി. രാജ്കാജ് സംഭാലനയ്ക്ക് ശക്തി നഹി രഹി, ഈ രാജ്യഭരണം കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഇപ്പോൾ ഇല്ല. രാജ്കാജ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ കാര്യങ്ങൾ, രാജ്യഭരണം, ഇത് കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഇപ്പോൾ എനിക്കില്ല. കഹി ഭൂൽ ചുക്ക് ഹോ ജായേ തോ ബുഢാപ്പേ മേ ദാഗ് ലഗേ, എന്തെങ്കിലും ഭൂൽ ചുക്ക്, അതായത് മിസ്റ്റേക്ക്, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ബുഢാപ്പേ മേ ദാഗ് ലഗേ, അതായത് ഈ വയസ്സുകാലത്ത് ഒരു പേരുദോഷമാകും. ബുഢാപ്പേ മേ ദാഗ് ലഗേ എന്ന് പറഞ്ഞാൽ, അതായത് ദാഗ് ലഗേ എന്ന് പറഞ്ഞാൽ കളങ്കമായി തീരും, എന്തെങ്കിലും ഒരു ചീത്തപ്പേര് വന്നു പോകും. ഈ പ്രായമായ കാലത്ത്, ഈ വയസ്സുകാലത്ത് എന്തെങ്കിലും ഒരു ചീത്തപ്പേര് വരും. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ, ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, അതുകൊണ്ട് എനിക്ക് വിരമിക്കണം എന്നാണ് അദ്ദേഹം മഹാരാജാവിനോട് അപേക്ഷിക്കുന്നത്. സാരി ജിന്ദഗിക്ക് നേഗ്നാമി മിട്ടി മേ മിൽ ജായേ, അപ്പോൾ ഈ ജീവിതം മുഴുവൻ ഉണ്ടാക്കിയ ആ സൽപ്പേര് ഇല്ലാതാവും. സാരി ജിന്ദഗിക്ക് നേഗ്നാമി മിട്ടി മേ മിൽ ജായേ എന്ന് പറഞ്ഞാൽ ബാഡ് റെപ്യൂട്ടേഷനായിട്ട് മാറിത്തീരും. അതായത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഇല്ലാതെയാവും, സൽപ്പേര് ഇല്ലാതാവും, അതായത് ബാഡ് റെപ്യൂട്ടേഷനായിട്ട് മാറിത്തീരും. അപ്പോൾ ഈ റിയാസത്ത് ദേവഗഡിലെ ദീവാനായിരുന്നു, അതായത് ദേവഗഡ് നാട്ടുരാജ്യത്തെ ഒരു മന്ത്രിയായിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയാം, ദീവാനായിരുന്നു സർദാർ സുജാൻ സിംഗ്. അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇനി ദൈവത്തോട് അടുത്ത് ജീവിക്കാം, പ്രായമായി, ഇനി ജോലിയൊന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല, ഇനി പൂജയൊക്കെ ചെയ്ത് അങ്ങ് ജീവിതം കഴിച്ചു കൂട്ടാം. അങ്ങനെ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു, ദീൻ ബന്ധു, അതായത് പാവങ്ങളെ സഹായിക്കുന്ന ആൾ, പാവങ്ങളുടെ കൂട്ടുകാരൻ. അപ്പോൾ ദീൻ ബന്ധു, ഈ ദാസൻ, ഈ അടിമ അങ്ങയുടെ 40 വർഷത്തോളം സേവിച്ചു, അങ്ങയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. ഇപ്പം എൻ്റെ അവസ്ഥ ആകെ ശോഷിച്ചു പോയി, ഞാൻ ആകെ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്, പ്രായമായി, ഇനി ഈ രാജ്യഭരണമൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഈ വയസ്സാം കാലത്ത് ഒരു കളങ്കമായി തീരും, ഒരു ദുഷ്പേര് വരും, ജീവിതം മുഴുവൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഇല്ലാതായിത്തീരും, അതായത് ഒരു ബാഡ് റെപ്യൂട്ടേഷനായിത്തീരും എന്ന് പറഞ്ഞു.
राजा साहब अपने अनुभवशील നീതികുശൽ ദീവാൻ का बड़ा आदर करते थे. അപ്പോൾ രാജാവ് തൻ്റെ അനുഭവശീൽ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് അദ്ദേഹം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു. അനുഭവശീൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നീതികുശൽ, അതായത് ധാർമ്മികനായിട്ടുള്ള ദീവാൻ का बड़ा आदर करते थे. ഈ ദീവാനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിരുന്നു രാജാ സാഹബ്. ബഹുത് സംജായ, അപ്പോൾ ഒരുപാട് പറഞ്ഞു, മനസ്സിലാക്കിച്ചു കൊടുത്തു രാജാ സാഹബ് ദീവാനോട്, സുജാൻ സിംഗിനോട് ഒരുപാട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകരുത്, പിരിഞ്ഞു പോകരുത്, ഇവിടെ തന്നെ തുടരണമെന്ന് പറഞ്ഞു. ലേക്കിൻ ജബ് ദീവാൻ സാഹബിനെ ന മാന, പക്ഷേ ദീവാൻ സാഹബ് അതൊന്നും കേട്ടില്ല, അതൊന്നും അനുസരിച്ചില്ല. തനിക്ക് ഇനി മതി, ഇനി ജോലിയൊന്നും ചെയ്യണ്ട, ഇനി ദൈവത്തോടടുത്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. സുജാൻ സിംഗ് അത് കേട്ടില്ല. തോ ഹാർക്കർ ഉൻകി പ്രാർത്ഥന സ്വീകാർ കർലെ, അപ്പോൾ അവസാനം എന്ത് ചെയ്തു, പറഞ്ഞ കേൾക്കാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റിക്വസ്റ്റ്, അദ്ദേഹം അപേക്ഷിച്ചത് സ്വീകരിച്ചു, മഹാരാജാവ് സ്വീകരിച്ചു. പർ ഷർത്ത് യഹ് ലഗാതി, പക്ഷേ ഒരു ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ വെച്ചു. ഈ ലഗാദിക്ക് റിയാസത്ത് കെ ലിയെ നയാ ദീവാൻ ആപ് ഹി കോ ഖോജന പടേക. എന്തായിരുന്നു കണ്ടീഷൻ? ഈ നാട്ടുരാജ്യത്തിലെ വേണ്ടിയിട്ട് ഒരു പുതിയ ദീവാനെ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഖോജന എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. അപ്പം നിങ്ങൾ തന്നെ കണ്ടെത്തണം, നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും. അപ്പം എന്തായിരുന്നു, രാജാ സാഹിബിന് തൻ്റെ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ നീതികുശൽ എന്ന് പറഞ്ഞാൽ എത്തിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ ധാർമ്മികനായിട്ടുള്ള ദീവാനെ വളരെയധികം രാജാവ് ആദരിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബഹുത് സംജായ, അപ്പോൾ ഒരുപാട് മനസ്സിലാക്കിച്ചു കൊടുത്തു, നിങ്ങളിവിടെ തന്നെ തുടരണം, രാജ്യകാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സർദാർ സുജാൻ സിംഗ് അതൊന്നും കേട്ടില്ല. അവസാനം എന്ത് ചെയ്തു, രാജാവ് അദ്ദേഹത്തിൻ്റെ ഈ അപേക്ഷ അത് സ്വീകരിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, എന്തെന്ന് വെച്ചാൽ റിയാസത്ത് കേലിയെ, ഈ കിങ്ഡം, ഈ നാട്ടുരാജ്യത്തിലേക്ക് ഒരു പുതിയ ദീവാനെ നിങ്ങൾ തന്നെ കണ്ടെത്തണം. दूसरे दिन देश के प्रसिद्ध पत्रों में यह विज्ञापन निकला कि देवगढ़ के लिए एक सुयोग्य दीवान की ज़रूरत है. അപ്പോൾ അടുത്ത ദിവസം ആ രാജ്യത്തെ പ്രസിദ്ധമായ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വിജ്ഞാപൻ നിക്കല, ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു. എന്തായിരുന്നു? ദേവഗഡ് കേലിയ, ഈ ദേവഗഡ് കിങ്ഡത്തിന് വേണ്ടിയിട്ട് ഒരു യോഗ്യനായിട്ടുള്ള ഒരു ദീവാനെ ആവശ്യമുണ്ട്. जो सज्जन अपने को इस पद के योग्य समझे वे वर्तमान सरकार सुजान सिंह की सेवा में उपस्थित हो. അപ്പോൾ സജ്ജൻ എന്ന് പറഞ്ഞാൽ നല്ല ആൾ, അതായത് ജെൻറ്റിൽമാൻ. ആരാണോ ഈ സ്ഥാനത്തിന് വേണ്ടി തന്നെ യോഗ്യനായിട്ട് കരുതുന്നത്, ഈ പതുക്കെ യോഗ്യ സമജെ, പദം എന്ന് പറഞ്ഞ സ്ഥാനം, ഈ സ്ഥാനത്തിന് താൻ യോഗ്യനാണെന്ന് കരുതുന്നത് ആരാണോ, വേ വർത്തമാൻ സർക്കാർ സുജാൻ സിംഗ് കി സേവാമേ ഉപസ്ഥിത് ഹോ, അവർ ഇപ്പോൾ വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഉള്ള ഈ സർക്കാർ സുജാൻ സിംഗ്, ഇപ്പോൾ ദീവാനായിട്ടുള്ള ഈ സുജാൻ സിംഗിൻ്റെ സമക്ഷം എത്തിച്ചേരണം. ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആവണം, ഇവിടെ എത്തിച്ചേരണം. യ ജറൂരി നഹിക്ക് വേ ഗ്രാജുവേറ്റ് ഹോ, അപ്പോൾ അവർ ഗ്രാജുവേറ്റ് ആവണം എന്നൊന്നും നിർബന്ധമില്ല, അതായത് വലിയ ഗ്രാജുവേഷൻ വേണം എന്നൊന്നും നിർബന്ധമില്ല. മഗർ ഹൃഷ്ട് പുഷ്ട് ഹോന ആവശ്യക, പക്ഷേ ഹൃഷ്ടപുഷ്ട എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ള ആളായിരിക്കണം, അത് അത്യാവശ്യമാണ്. मंदाग्नि के मरीज़ को यहाँ तक कष्ट उठाने की कोई ज़रूरत नहीं. മന്ദാഗ്നി കെ മരീസ് എന്ന് പറഞ്ഞാൽ രോഗി, മന്ദാഗ്നി എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രോബ്ലമുള്ള അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം വീക്കായിട്ടുള്ള അങ്ങനെയുള്ള രോഗികൾ, അങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾ ഇവിടെ വരെ വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. മന്ദാഗ്നി എന്ന് പറഞ്ഞാൽ കംസോർ വ്യക്തി എന്ന അർത്ഥവുമുണ്ട്. एक महीने तक उम्मीदवारों के रहन सहन आचार विचार की देखभाल की जाएगी. एक महीने तक, അപ്പോൾ ഒരു മാസം. ഉമ്മീദ്വാർ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്, അപ്പോൾ ഇവരുടെ ഈ കാൻഡിഡേറ്റിൻ്റെ രഹൻ സഹൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത രീതികൾ, ലൈഫ് സ്റ്റൈൽ, ആചാർ വിചാർ എന്ന് പറഞ്ഞാൽ അവരുടെ മാനേഴ്സ്, അവരുടെ രീതികൾ എന്തൊക്കെയാണ്, മര്യാദകളൊക്കെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം ദേഖ്ഭാൽ കീ ജായകി,
ദേഖ്ഭാൽ കി ജായകി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടും, ഇതൊക്കെ നോട്ടീസ് ചെയ്യും. പിന്നെ വിദ്യാ കാ കാം പരന്തു കർത്തവ്യ കാ അധിക് വിചാർ കിയാ ജായേഗ. വിദ്യാ കാ കാം അതായത് എഡ്യൂക്കേഷൻ അത്ര അധികം ഒന്നും വേണ്ട, പക്ഷേ പരന്തു കർത്തവ്യ കാ അധിക് വിചാർ കിയാ ജായേഗ. കർത്തവ്യ അതായത് പ്രവൃത്തിയാണ് അധികം നോക്കുക, അധികം ടെസ്റ്റ് ചെയ്യുക, പ്രവൃത്തി അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തികളാണ് ശ്രദ്ധിക്കുക. जो महाशय इस परीक्षा में पूरे उतरेंगे वे इस उच्च पद पर सुशोभित होंगे. ഏത് മഹാനാണോ ഈ പരീക്ഷയിൽ പൂരെ ഉത്തരേങ്കെ എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയിൽ പാസ്സാവുക, അതായത് ഈ ഒരു മാസം ഇവരെ ശ്രദ്ധിക്കും, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവരുടെ രീതികൾ, ജീവിത രീതികൾ, പെരുമാറ്റമൊക്കെ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇതിലൊക്കെ പാസ്സായാൽ വേ ഈ ഉച്ച പതിപ്പ് സുശോഭിത ഹോങ്കെ, അവർ ഈ ഉന്നത സ്ഥാനത്ത് ശോഭിക്കപ്പെടും. സുശോഭിതം എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനം അലങ്കരിക്കപ്പെടും അല്ലെങ്കിൽ ശോഭിക്കപ്പെടും, അവർക്ക് ഈ സ്ഥാനം ലഭിക്കും. എന്താണ് അടുത്ത ദിവസം ഈ രാജ്യത്തെ പ്രസിദ്ധമായിട്ടുള്ള പത്രങ്ങളിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വന്നു, ദേവഗഡിന് വേണ്ടിയിട്ട് നല്ല യോഗ്യനായിട്ടുള്ള ഒരു ദീവാൻ്റെ ആവശ്യമുണ്ട്. ഏത് ജെൻറ്റിൽമാനാണോ തന്നെ ഈ പദത്തിന് ഈ സ്ഥാനത്തിന് യോഗ്യനായിട്ട് കരുതുന്നത് അവർ ഇപ്പോൾ ദീവാനായിട്ടുള്ള സുജാൻ സിംഗിൻ്റെ അടുത്ത് എത്തിച്ചേരണം. അവർ ഗ്രാജുവേറ്റ് ആകണം എന്നൊന്നും നിർബന്ധമില്ല, പക്ഷേ ആരോഗ്യമുള്ള ആളായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രോബ്ലമുള്ള അസുഖമുള്ള ആളൊന്നും ആയിരിക്കരുത്. അവരിവിടെ വരെ വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു മാസം ഇവരുടെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ആചാര രീതികൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ പെരുമാറ്റം, അവരെന്തൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടും, ഇതൊക്കെ നോട്ടീസ് ചെയ്യും. എഡ്യൂക്കേഷൻ അധികം വേണ്ട, പക്ഷേ അവരുടെ പ്രവൃത്തിയാണ് നോക്കുക, അതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏത് മഹാനാണോ ഈ പരീക്ഷയിൽ പാസ്സാവുന്നത്, അതായത് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിൽ ജയിക്കുന്നത്, അവർക്ക് ഈ സ്ഥാനം ലഭിക്കും, അവർ ഈ സ്ഥാനത്തിൽ ശോഭിക്കപ്പെടും. ഇസ് വിജ്ഞാപനെ സാരേ മുൽക്കുമേ തഹൽക്ക മച്ചാദിയ. ഈ അഡ്വർടൈസ്മെൻറ്റ് സാരേ മുൽക്കുമേ അതായത് ആ പ്രദേശം ഒട്ടാകെ ഇളക്കി മറിച്ചു. തെഹൽക്ക മച്ചാദിയ എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ചു, അതായത് മൊത്തം എല്ലാവരുടെയും ചർച്ചാ വിഷയമായി. ഏസ ഊഞ്ചാ പദ് ഓർ കിസി പ്രകാർ കി ഖേദ് നഹി. ഇത്രയ്ക്ക് ഒരു ഉയർന്ന സ്ഥാനം, പക്ഷേ ഒരു തരത്തിലുള്ള ഖേദ് നഹി. ഖേദ് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും ഇല്ല, അതായത് അതിനൊരു അതിരില്ല. എഡ്യൂക്കേഷൻ വേണമെന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉയർന്ന പദവുമാണ്, അതിനൊരു ഖേദന, ഈ ഒരു റെസ്ട്രിക്ഷനുമില്ല. കേവൽ നസീബ് കാ ഖേൽ ഹെ, ഇത് ഭാഗ്യത്തിൻ്റെ ഒരു കളിയാണ്. നസീബ് എന്ന് പറഞ്ഞാൽ വിധിയുടെ മാത്രം ഒരു കളിയാണ്, അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ കളിയാണ്. സൈക്കഡോ ആദ്മി അപ്ന അപ്ന ഭാഗ്യ പരക്കനെ കെ ലിയെ ജൽ ഖഡേ ഹുവേ. സൈക്കഡോ ആദ്മി, 100 കണക്കിന് പുരുഷന്മാർ അപ്ന തങ്ങളുടെ ഭാഗ്യം പരഖ്നെ കെ ലിയെ അതായത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തയ്യാറായി. അപ്പോൾ ഒരുപാട് പുരുഷന്മാർ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായി പരീക്ഷിക്കാൻ, അതായത് ഈ സ്ഥാനം ലഭിച്ചാലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തയ്യാറായി. ദേവഗഡ് മേ നയ നയ और രംഗ് ബിരംഗെ മനുഷ്യ ദിഖായി ദേനെ ലഗെ. ദേവഗഡിലെ പുതിയ നല്ല കളർഫുള്ളായിട്ടുള്ള മനുഷ്യന്മാരെ കാണാനായിട്ട് കഴിഞ്ഞു. അതായത് പല നാടുകളിൽ നിന്ന്, പല സ്റ്റേറ്റ്സിൽ നിന്ന് ആളുകൾ വരാനായിട്ട് തുടങ്ങി. പ്രത്യേക റെയിൽഗാഡി സെ ഉമ്മീദ്വാരോं का एक मेला सा उतरता. ഓരോ തീവണ്ടിയിൽ നിന്നും ഉമ്മീദ്വാർ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു കൂട്ടം തന്നെ ഇറങ്ങാനായിട്ട് തുടങ്ങി. ഓരോരോ ട്രെയിനിൽ നിന്നും വന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങി ആളുകൾ. ഈ ടെസ്റ്റിൽ പാസ്സായാലോ, എന്നിട്ട് ദീവാൻ പദ് ലഭിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. കോയി പഞ്ചാബ് സെ ചല ആത്താ ഥാ, കോയി മദ്രാസ് സെ. ചിലരൊക്കെ പഞ്ചാബിൽ നിന്ന് വരുന്നവരായിരുന്നു, ചിലർ മദ്രാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെന്നൈ. അപ്പോൾ ചിലരൊക്കെ ചെന്നൈയിൽ നിന്നായിരുന്നു വന്നത്. കോയി നയെ ഫാഷൻ കാ പ്രേമി, കോയി പുരാനി സാദഗി പർ മിട്ടാ ഹുവ. ചിലരൊക്കെ നല്ല ഫാഷനായിട്ടുള്ള ആൾക്കാർ, ഫാഷനെ സ്നേഹിക്കുന്ന ആൾക്കാർ, നല്ല ഫാഷനിലാണ് വന്നിട്ടുള്ളത്. ചിലരൊക്കെ പഴയ പുരാനി സാദഗി പർ മിട്ടാ ഹുവ. സാദഗി പർ മിട്ടാ ഹുവ എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള രീതിയിൽ ആണ് ചിലരൊക്കെ വന്നിട്ടുള്ളത്. രംഗീൻ എമാമി ചോഗെ ഓർ
नाना प्रकार के अंग रखे और कंडोब देवगढ़ में अपनी अपनी സജ്ജ് ദിക്കാനെ ലഗെ. രംഗീൻ എമാമെ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് കവറിങ് ആണ്. ഓരോ നാട്ടിലെയും ഡ്രസ്സിങ് രീതികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചോഗ എന്ന് പറഞ്ഞാൽ മുട്ട് വരെയുള്ള വസ്ത്രമാണ്, ലബാദ എന്നും പറയാം. അതേപോലെ നാനാ പ്രകാരക്ക് അങ്കുരക്കെ എന്ന് പറഞ്ഞാൽ ഡീല ഡാല വസ്ത്രം, അതായത് പുരുഷന്മാരുടെ നീളമുള്ള ലൂസായിട്ടുള്ള ഡ്രസ്സ്. ഓർ കണ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏക് തരയ്ക്ക് സിർക്കി ടോപ്പി ജിസസെ ദോനോ കാൻ ഡക്കേ രഹത്തെ, അതായത് ഒരു ടോപ്പി. പലതരത്തിലുള്ള വേഷത്തിലാണ് ആളുകൾ വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സജിദ് ദിക്കാനിലേക്ക് എല്ലാവരും നന്നായിട്ട് റെഡിയായിട്ട് നന്നായിട്ട് സജിദജിക്കർ, അതായത് അലങ്കരിച്ച് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ലേക്കിൻ സബ്സെ വിശേഷ സംഖ്യ ഗ്രാജുവേറ്റോം കീത്തി, പക്ഷേ ഏറ്റവും കൂടുതൽ എണ്ണം ആരുടേതായിരുന്നു? ഗ്രാജുവേറ്റ്, അതായത് ഈ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ക്യോങ്കി സനദ് കി ഖേദ് ന ഹോനെ പർ ഭി സനദ് സെ പർദാ തോ ഢക്കാ രഹതാ ഹൈ. ക്യോങ്കി സനദ് കി ഖേദ് ന ഹോനെ പർ ഭി സനദ് സെ പർദാ തോ ഢക്കാ രഹതാ ഹൈ, അതായത് സനദ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഈ ദിവാൻ പദിന് ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഒരുപാട് പേര് ഈ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഈ ഡിഗ്രി കാരണം, ഈ സർട്ടിഫിക്കറ്റ് കാരണം ചിലപ്പോൾ ഈ സ്ഥാനം ലഭിച്ചാലോ ഈ ടെസ്റ്റിൽ പാസ്സായാലോ എന്ന് കരുതിയിട്ട് ഈ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗ്രാജുവേഷൻ്റെ ആവശ്യമില്ല, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രവൃത്തിയാണ് നോക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ആളുകൾ ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത്. സനദ് കി ഖേദ് ന ഹോനെ പർ ഭി സനദ് സെ പർദാ തോ ഢക്കാ രഹതാ ഹൈ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഇതുമായിട്ട് ആളുകൾ വന്നിരിക്കുന്നത് അവർക്ക് ചിലപ്പോൾ കിട്ടിയാലോ ഈ സ്ഥാനം, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് ഈ സ്ഥാനം ലഭിച്ചാലോ എന്ന് കരുതിയിട്ട് വന്നിരിക്കുന്നു. സനദ് കി ഖേദ് ന ഹോനെ പർ ഭി സനദ് സെ പർദാ തോ ഢക്കാ രഹതാ ഹൈ. അതിൻ്റെ അർത്ഥം शिक्षा का प्रमाण पत्र एक ऐसी चीज़ है जो मनुष्य की अन्य कमियों को ढक देती है. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ആ പ്രമാണപത്രം, അതായത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഒരു സാധനമാണ്. അത് മനുഷ്യൻ്റെ മറ്റു കുറവുകളെ അങ്ങ് ढक देती है, മറച്ചു വയ്ക്കുന്നു. सरदार सुजान सिंह ने इन महानुभावों के आदर सत्कार का बड़ा अच्छा प्रबंध कर दिया. സർദാർ സുജാൻ സിംഗ് ഈ മഹാനുഭാവോങ്കോ എന്ന് പറഞ്ഞാൽ ഈ ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ നോബിൾമാൻ ഇവരെ നന്നായിട്ട് സൽക്കരിച്ചു. ആദർ സർക്കാർക്ക് ബഡ അച്ഛ പ്രബന്ധ കരുതിയ, നന്നായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നു. അവരെ സൽക്കരിക്കാനായിട്ടുള്ളത് ഒരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നു. റെസ്പെക്റ്റും ഓണറൊക്കെ കൊടുത്തിട്ട് അവരെ നന്നായിട്ട് സൽക്കരിച്ചു. हर एक मनुष्य अपने जीवन को अपनी बुद्धि के अनुसार अच्छे रूप में दिखाने की कोशिश करता था. അതിൽ ഓരോരോ മനുഷ്യരും തൻ്റെ ജീവിതത്തെ തൻ്റെ ബുദ്ധി അനുസരിച്ചിട്ട് നല്ല രീതിയിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഞാനാണ് നല്ലത്, എൻ്റെ ജീവിത രീതി നല്ലതാണ്, അങ്ങനെയൊക്കെ അവർ തങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നല്ല രീതിയിൽ ജീവിതം കാണിക്കാനായിട്ട് ശ്രമിച്ചു. मिस्टर आ 9 बजे दिन तक सोया करते थे. आजकल वे बगीचे में टहलते हुए ऊषा का दर्शन करते थे. അപ്പോൾ മിസ്റ്റർ ആ, അപ്പോൾ ഏതോ ആളെ കുറിച്ച് പറയുകയാണ്. മിസ്റ്റർ ആ 9 ബജെ ദിൻ തക് സോയാ കർത്തേ थे. അദ്ദേഹം 9 മണി വരെ ഉറങ്ങുന്ന ആളായിരുന്നു. ആജ്കൽ വേ ബഗീചെ മേ ടഹൽത്തെ ഹുവേ ഊഷാ കാ ദർശൻ കർത്തേ. അപ്പോൾ ഇപ്പോഴൊക്കെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ബഗീചേമെ ഗാർഡനിൽ കറങ്ങുകയാണ്. എപ്പോഴാണ് കറങ്ങുന്നത്? ഊഷാക്ക ദർശൻ കർത്തത്, അതായത് സൂര്യോദയത്തിൻ്റെ ആ സമയത്ത്. അത്രയ്ക്ക് നേരത്തെ ഇപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. 9 മണി വരെ ഉറങ്ങുന്ന ആൾ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റ് സൂര്യോദയത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ഗാർഡനിലൊക്കെ കറങ്ങി നടക്കുകയാണ്. മിസ്റ്റർ ദ സ ഓർ ജ സെ
उनके घरों पर नौकरों की नाक में दम था, लेकिन ये सज्जन आजकल आप और जनाब के बगैर नौकरों से बातचीत नहीं करते. അതായത് മിസ്റ്റർ ദാസ ഓർ ജ അതൊക്കെ ഓരോരോ പേര് ഉദാഹരണം പറയുകയാണ്. അവരുടെ വീട്ടിലെ പണിക്കാരോട്, ജോലിക്കാരോട് ദേഷ്യത്തിൽ ഇരുന്നവരാണ്. അതായത് നല്ല രീതിയിലായിരുന്നില്ല പെരുമാറിയിരുന്നത്. അവരോട് ദേഷ്യത്തിൽ സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ये सज्जन आजकल आप और जनाब के बगैर नौकरों से बातचीत नहीं करते. ഇപ്പോൾ നന്നായിട്ട് ആപ്പ് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്നു, ജോലിക്കാരോട് ജനാബ് എന്നൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. नौकरों से बातचीत नहीं करते थे. ഇപ്പം എങ്ങനെയാണ് ഈ ഒരു മാസം സർദാർ സുജാൻ സിംഗിനെ കാണിക്കാനായിട്ട് നോക്കറോസെ, അതായത് ഈ ജോലിക്കാരോട് നല്ല രീതിയിൽ പെരുമാറുന്നു. ആപ്പ് താങ്കളെന്നും, പിന്നെ ജനാബ് എന്ന് പറഞ്ഞാൽ സാർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് അവരോട് സംസാരിക്കുന്നു. അതിന് മുന്നേ നല്ല ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അവർ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. മിസ്റ്റർ ലാക്കോ കിതാബ് സെ ഘൃണാതി. അപ്പം മിസ്റ്റർ ലാക്ക് പുസ്തകങ്ങളോട് വെറുപ്പായിരുന്നു. പരന്തു ആജ്കൽ വേ ബഡേ ബഡേ ഗ്രന്ഥ് ദേഖ്നെ പഠ്നെ മേ ഡൂബേ രഹത്തെ थे. പക്ഷേ ഇപ്പം അദ്ദേഹം എന്താ ചെയ്യുന്നത്? ബഡേ ബഡേ ഗ്രന്ഥ്, വലിയ വലിയ പുസ്തകങ്ങൾ നോക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങി. അതിൽ മുഴുകിയിരിക്കുകയാണ്. വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നതിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. അത് താൻ നല്ലൊരു വായനക്കാരനാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ ഈ മിസ്റ്റർ ഇവരൊക്കെ തങ്ങളെ നന്നാക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാലേ ഈ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ദീവാൻ പദ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തങ്ങളെ നല്ല ആളുകളായിട്ട് കാണിക്കാൻ ശ്രമിക്കുകയാണ്. जिससे बात कीजिए वो नम्रता और सदाचार का देवता बना मालूम देता था. ആരോട് സംസാരിക്കുമ്പോഴും അവർ നമ്രത, അതായത് വിനയത്തോടു കൂടിയും, സദാചാർ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റവും വിനയവും ഒക്കെയുള്ള ദേവത ബന മാലൂം ദേത, അവർ നല്ല ദേവന്മാരായിട്ട് നല്ല വിനയവും നല്ല പെരുമാറ്റത്തോടു കൂടിയുള്ള ആളുകളായിട്ടാണ് അവരെ കാണാൻ സാധിക്കുന്നത്. നമ്രത എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി, സദാചാർ ഗുഡ് ബിഹേവിയർ. ഇപ്പോൾ ആരോട് സംസാരിച്ചാലും അവരൊക്കെ നല്ല രീതിയിൽ നല്ല വിനയത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എല്ലാവരോടും കരുണ കാണിക്കുന്നു. എല്ലാവരും നല്ല രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ലോക് സമജ്തേ തേക്ക് ഏക് മഹീനേക്കാ ജഞ്ചട്ട് ഹെ. അപ്പോൾ ആളുകൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു മാസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ, ഒരു മാസത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ജഞ്ചട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. किसी तरह काट ले, कहीं कार्य सिद्ध हो गया तो कौन पूछता है. എങ്ങനെയെങ്കിലും ഒരു മാസം അങ്ങ് കഴിച്ചു കൂട്ടണം. കിസി തരേ കാട്ടിലെ ഒരു മാസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണം. കഹി കാര്യ സിദ്ധ ഹോഗയാത്തോ, എങ്ങനെയെങ്കിലും കാര്യം നടന്നു കിട്ടിയാൽ, സിദ്ധ ഹോഗയാത്തോ എന്ന് പറഞ്ഞാൽ പ്രാപ്തമായാൽ, അതായത് ഈ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ, തോ കോൺ പൂച്ചിട്ടായ പിന്നെ ആര് ചോദിക്കാനാണ്? എങ്ങനെയെങ്കിലും ഒരു മാസം അങ്ങ് കഴിച്ചു കൂട്ടണം, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തു ആവാലോ എന്നാണ് ആളുകളൊക്കെ വിചാരിച്ചിരുന്നത്. അതായത് 9 മണി വരെ ഉറങ്ങിയിരുന്ന ആളുകൾ നേരത്തെ എഴുന്നേൽക്കുന്നു, എന്നിട്ട് ഗാർഡനിലൊക്കെ നടക്കാനായിട്ട് തുടങ്ങി. പിന്നെ ജോലിക്കാരോട് കർശനമായിട്ട് പെരുമാറിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ സോഫ്റ്റായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങി. പിന്നെ പുസ്തകങ്ങളോട് വെറുപ്പുള്ള ആളുകൾ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങി, പുസ്തകങ്ങളിൽ മുഴുകിയിരിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, താൻ നല്ല ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നിയ പോലെ തന്നെ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ച്, ഈ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കിസി തരേ കാട്ടിലെ കൈ കാര്യസിദ്ധ ഹോഗയാത്തോ കൊണ്ട് പൂച്ചതായ, എങ്ങനെയെങ്കിലും ഒരു മാസം അങ്ങ് കഴിച്ചു കൂട്ടണം, പിന്നെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആര് ചോദിക്കാനാണ്. लेकिन मनुष्यों का वह बूढ़ा जौहरी आड़ में बैठा हुआ देख रहा था कि इन बगलों में हंस कहाँ छिपा हुआ है. അപ്പോൾ ഇവിടെ ബൂഢ ജോഹരി എന്ന് പറയുന്നത് സർദാർ സുജാൻ സിംഗിനെ കുറിച്ചാണ്. ജോഹരി എന്ന് പറഞ്ഞാൽ അതായത് കാം ചീസ് കെ ഗുണ ദോഷ് ആദിക്കോ അച്ചി തര ജാനേ ഏവം സമജ്നെ വാല വ്യക്തി, അതായത് ഒക്കെ നിരീക്ഷിക്കുന്ന ആൾ, സാധനങ്ങൾ അല്ലെങ്കിൽ ജോലി ഏത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തിരഞ്ഞു പിടിക്കുന്ന ആൾ, അല്ലെങ്കിൽ എന്താ പറയുക,
സ്വർണം തന്നെയാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ആൾ, അതാണ് ജോഹരി. അപ്പോൾ അദ്ദേഹം ഇവിടെ ആഡ്മേ ബേട്ട ഹുവ ഹെ. ആഡ്മേ ബേട്ട ഹുവ എന്ന് പറഞ്ഞാൽ ഇവിടെ പുറകിലിരിക്കുകയാണ്. ദേഖ് രഹാ താ കി ഇൻ ബഗ്ലോ മേ ഹൻസ് കഹാ ചിപ്പാ ഹുവ ഹെ. ഇൻ ബഗ്ലോ മേ, ഈ ബഗ്ലോ എന്ന് പറഞ്ഞാൽ കൊക്ക്, ഈ കൊക്കുകൾക്കിടയിൽ അരയന്നം അല്ലെങ്കിൽ രാജഹംസം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. എങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ കൊക്കുകൾക്കിടയിൽ, അതായത് ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാൻഡിഡേറ്റ്സിനിടയിൽ നല്ല ആൾ, ഈ ദിവാൻ എന്ന സ്ഥാനത്തിന് അർഹനായിട്ടുള്ള ആൾ ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുകയാണ് സർദാർ സുജാൻ സിംഗ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലേക്കിൻ മനുഷ്യോं का वह बूढ़ा जौहरी आड़ में बैठा हुआ देख रहा था कि इन बगलों में हंस कहाँ छिपा हुआ है. അപ്പോൾ ബൂഢ ജോഹരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങൾ അല്ലെങ്കിൽ ജോലി, ഇതൊക്കെ നല്ലതാണോ, ഇതിൻ്റെ നല്ലതും ചീത്തയും ഒക്കെ വേർതിരിച്ച് അറിയുന്ന ആൾ, നോക്കാൻ ശ്രമിക്കുന്ന ആൾ. ആ ആൾ പുറകിലിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുകയാണ് ഈ കൊക്കുകൾക്കിടയിൽ രാജഹംസം അല്ലെങ്കിൽ അരയന്നം ഏതാണ്. അതായത് സുജാൻ സിംഗ് ഈ കാൻഡിഡേറ്റ്സിനിടയിൽ നല്ല ആൾ, ഈ സ്ഥാനത്തിന് യോഗ്യനായിട്ടുള്ള ആൾ ആരാണെന്ന് നോക്കിയിരിക്കുകയാണ്, ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. एक दिन नए फैशन वालों को सूझी कि आपस में हॉकी का खेल हो जाए. ഒരു ദിവസം നയ ഫാഷൻ വാലോങ്കോ, അതായത് പുതിയ ഫാഷനിലുള്ള ആളുകൾക്ക് സൂചന എന്ന് പറഞ്ഞാൽ ധ്യാൻമേ ആന അല്ലെങ്കിൽ ഖയാൽമേ ആന, അതായത് അവർക്കൊരു ഐഡിയ തോന്നി. ആപ്പസ് മേ ഹോക്കി ഖേൽ ഹോ ജായേ, ഹോക്കി കാ ഖേൽ ഹോ ജായേ, നമുക്ക് തമ്മിൽ ഹോക്കി കളിച്ചാലോ എന്നൊരു ഐഡിയ തോന്നി. ഈ പ്രസ്താവ് ഹോക്കിക്ക് മഞ്ചേ ഹുവേ ഖിലാഡിയോനെ പേഷ് കിയ. ഇതാരാണ് അവതരിപ്പിച്ചത്, ഈ കാര്യം പറഞ്ഞതാരാണ്? ഹോക്കിക്ക് മഞ്ചേ ഹുവേ ഖിലാഡിയോനെ. മഞ്ചേ ഹുവേ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹോക്കി അറിയാവുന്ന, ഹോക്കിക്ക് മഞ്ചേ ഹുവേ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അച്ചി തര ഹോക്കി ഖേലനെ വാലെ, നന്നായിട്ട് ഹോക്കി അറിയുന്ന കളിക്കാരാണ് ഈ കാര്യം അവതരിപ്പിച്ചത്. ഈ ബി തോ ആഖിർ ഏക് വിദ്യ ഹെ, ഇതും ഒരു അറിവ് തന്നെയാണ്. ഇസേ ക്യോं छिपा रखे, ഇതെന്തിനാണ് ഒളിച്ചു വെക്കേണ്ടത്? സംഭവ ഹെ കുച്ച് ഹാത്തോं की सफाई ही काम कर जाए, ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. കുച്ച് ഹാത്തോं की सफाई ही काम कर जाए. ഹാത്തോं की सफाई എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യത്തോടെ, അതായത് ഈ ഹോക്കി സാമർത്ഥ്യത്തോടെ കളിക്കുകയാണെങ്കിൽ അതിൽ ജയിച്ചാൽ ചിലപ്പോൾ ഈ ദിവാൻ എന്ന സ്ഥാനം ലഭിച്ചാലോ, അതും സംഭവിക്കാം. ഹോക്കിയിൽ നല്ല എക്സ്പേർട്ടാണെങ്കിൽ അത് ഉപകാരപ്പെട്ടാലോ എന്നാണ് അവർ പറയുന്നത്. ഹാത്തോं की सफाई ही काम कर जाए, ഈ സാമർത്ഥ്യത്തോടെ ഇത് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ പാസ്സായിട്ട് ദീവാൻ പദ് ലഭിച്ചേക്കാം. ചലിയെ തൈ ഹോഗയ ഫീൽഡ് ബൻ ഗൈ. അപ്പോൾ തൈ ഹോഗയ അതായത് ഒരു തീരുമാനമായി. ഫീൽഡ് ബൻ ഗൈ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ കളിസ്ഥലമൊക്കെ തയ്യാറായി. ഖേൽ ശുരു ഹോഗയ, കളിയും സ്റ്റാർട്ടായി. और गेंद किसी दफ्तर के अप्रेंटिस की तरह टोकरे खाने लगी. और गेंद ബോൾ കിസി ദഫ്തർ കെ, ഏതെങ്കിലും ഒരു ഓഫീസിലെ അപ്രൻറ്റീസ് കി തര, അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കീഴിൽ തൊഴിൽ പരിശീലനം നടത്തുന്ന ആൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾ. അതുപോലെ ബോൾ ടോക്കറെ ഖാനയിലേക്ക് എന്ന് പറഞ്ഞാൽ തട്ടി കളിക്കാനായിട്ട് തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ബോൾ തട്ടി കളിക്കാനായിട്ട് തുടങ്ങി. ഓഫീസിൽ ഒരു ദഫ്തറിൽ അപ്രൻറ്റീസിന്, അതായത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കും മേലുദ്യോഗസ്ഥനല്ലേ. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ മേലുദ്യോഗസ്ഥൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കും അപ്രൻറ്റീസിനെ കൊണ്ട്. അപ്പോൾ അതേപോലെ അപ്രൻറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കേണ്ടതായിട്ട് വരും, വിഷമിക്കും. അതേപോലെ ഈ ബോളും അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്കറെ ഖാനയിലേക്ക് എന്നാണ് പറയുന്നത്. റിയാസത്ത് ദേവഗഡ് മേ യഹ് ഖേൽ ബിൽക്കുൽ നിരാലി ബാത്ത് തി. റിയാസത്ത് ദേവഗഡ് മേ, ദേവഗഡ് നാട്ടുരാജ്യത്തിൽ ഈ ഗെയിം ബിൽക്കുൽ നിരാലി ബാത്ത് തി, ഇതൊരു അതുല്യമായ ഒരു കാര്യമായിരുന്നു. നിരാലി എന്ന് പറഞ്ഞാൽ യുണീക്കായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പढ़े लिखे भले मानुस लोग शतरंज और ताश जैसे ഗംഭീർ ഖേൽ ഖേൽത്തെ थे. പढ़े लिखे അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ഭലേ മാനുസ് ലോഗ്, അതായത് നല്ല മനുഷ്യർ, വിദ്യാഭ്യാസമുള്ള നല്ല ആളുകൾ. ഷത്രഞ്ച് അതായത് ചെസ്സും താഷ് കാർഡ്സും
ജैसे ഗംഭീർ ഖേൽ ഖേൽത്തെ थे അങ്ങനെയുള്ള വലിയ വലിയ കളികളായിരുന്നു അവർ കളിച്ചിരുന്നത്. ദൗഡ് കൂദ് കെ ഖേൽ ബച്ചോं के खेल समझे जाते थे. ഓട്ടവും ചാട്ടവും ഒക്കെ കുട്ടികളുടെ ഗെയിമായിട്ടാണ് അവർ വിചാരിച്ചിരുന്നത്. ഷത്രഞ്ച് എന്ന് പറഞ്ഞാൽ ചെസ്സ്, താഷ്, കാർഡ്സ്. ഭലേ മാനസ് ലോകം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർ, പഠലിക്ക് വിദ്യാഭ്യാസമുള്ള വലിയ വലിയ ആളുകളൊക്കെ ചെസ്സും കാർഡ്സ് ഇതൊക്കെ ഇങ്ങനത്തെ വലിയ വലിയ ഗെയിംസാണ് കളിച്ചുകൊണ്ടിരുന്നത്. ദൗഡ് കൂത് ഓട്ടവും ചാട്ടവും ഒക്കെ കുട്ടികളുടെ കളിയായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ ഇവർ കളിക്കാനായിട്ട് ഗെയിം കളിക്കാനായിട്ട് തുടങ്ങി. ഖേൽ ബഡേ ഉത്സാഹസെ ജാരീത. കളി വളരെ ഉത്സാഹത്തോടു കൂടി തുടരുകയായിരുന്നു. ജാരീത എന്ന് പറഞ്ഞാൽ തുടരുകയായിരുന്നു. दावे के लोग जब गेंद को लेकर तेजी से उड़ते तो ऐसा जान पड़ता था कि कोई लहर बढ़ती चली आती है. दावे के लोग അതായത് ഓപ്പോസിറ്റ് ടീമിലുള്ള ആളുകൾ ജബ് ഗേന്ദ് കോ ലേക്കർ തേസി സെ ഉടുത്തേ थे ബോളുമായിട്ട് സ്പീഡിൽ ഇങ്ങനെ ഉയരുമ്പോൾ ऐसा जान पड़ता था कि कोई लहर बढ़ती चली आती है. ഏതോ ഒരു തിരമാല വരുന്ന പോലെയായിരുന്നു തോന്നിയിരുന്നത്. लेकिन दूसरी ओर के खिलाड़ी इस बढ़ती हुई लहर को इस तरह रोक लेते थे कि मानो लोहे की दीवार है. പക്ഷേ दूसरी ओर के खिलाड़ी മറ്റേ ടീമിലുള്ള ആളുകൾ ഈസ് ബഡ്തി ഹുയി ലഹർക്കോ ഈ ഒഴുകി വരുന്ന തിരമാലകളെ ഈസ് തര റോക്ക് ലേത്തേറ്റെ ഇങ്ങനെ റോക്ക് ലേത്തേറ്റെ അതായത് തടഞ്ഞു നിർത്തിയിരുന്നു. കി മാനോ ലോഹേക്ക് ദീവാർ ഹെ ഇരുമ്പിൻ്റെ ചുവര് പോലെ തടുത്തു വെച്ചിരുന്നു. അതായത് രണ്ടുപേരും നല്ല കളിയായിരുന്നു, നന്നായിട്ട് പോരാടിയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോഹയ്ക്ക് ദീവാർ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ മതിൽ. സന്ധ്യ തക്ക് യഹി ധൂംധാം രഹി. സന്ധ്യ വരെ ഈ ധൂംധാം എന്ന് പറഞ്ഞാൽ അത്യധിക് ഉമംഗ് ഏവം ഉത്സാഹപൂർണ്ണ ചെഹൽ പഹൽ അതായത് നല്ല ഉത്സാഹത്തോടെയുള്ള ഈ കളി സന്ധ്യാസമയം വരെ തുടർന്നുകൊണ്ടേയിരുന്നു. ലോക് പസീനസെ തർ ഹോഗെ ആളുകൾ വിയർത്ത് കുളിച്ചുപോയി. പസീനസെ തർ ഹോഗെ എന്ന് പറഞ്ഞാൽ വിയർത്ത് മൊത്തത്തിൽ നനഞ്ഞു, അത്രയ്ക്ക് ഒരുപാട് കളിച്ചു. ഖൂൻ കി ഗർമി ആँख और चेहरे से झलक रही थी. ഖൂൻ കി ഗർമി ആँख और चेहरे से झलक रही थी എന്ന് പറഞ്ഞാൽ കണ്ണെല്ലാം ചുവന്ന്, അതായത് കുറേ നേരം കളിച്ചിട്ട് ആകെ ക്ഷീണിച്ച് കണ്ണൊക്കെ ചുവന്ന് ആകെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാഫ്തെ ഭേദം ഹോ ഗയെ ലേക്കിൻ ഹാർ ജീത് കാ നിർണയ ന ഹോ സക്കാം. ഹാഫ്തെ ഭേദം ഹോ ഗയെ എന്ന് പറഞ്ഞാൽ അത്യധികം ക്ഷീണിച്ചു. അതായത് ഹാഫ്തെ എന്ന് കിതച്ച് ഗെയിമൊക്കെ കളിച്ച് കിതച്ച് അത്യധികം ക്ഷീണിച്ചു, ശ്വാസമില്ലാതെ. ഭേദം ഹോഗയെ അതായത് ശ്വാസമില്ലാത്ത ആ അവസ്ഥ പോലെയായി. ലേക്കിൻ ഹാർ ജീത് കാ നിർണയ ന ഹോ സക്ക പക്ഷേ തോൽവിയും വിജയവും അത് നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. കാരണം രണ്ട് ടീമും ഒരേപോലെ കളിച്ച് കാണും, ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് എന്നൊന്നും നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. അന്തേര ഹോഗയാത്ത അപ്പോൾ ഇരുട്ടായിരുന്നു, രാത്രിയായി. ഇസ് മൈതാൻ സെ സരാ ദൂർ ഹട്ട്കർ എക് നാലാത്ത ഈ മൈതാനത്തിൽ നിന്ന് ഇവർ കളിച്ചുകൊണ്ടിരുന്ന മൈതാനത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് വിട്ടിട്ട് ഒരു നാലാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഓജാല എന്ന് പറയാം ഉണ്ടായിരുന്നു. ഉസ്പർ കോയി പുൽ നാത്ത അതിൻ്റെ മുകളിൽ പാലമൊന്നും ഉണ്ടായിരുന്നില്ല. പത്തിക്കോങ്കോ നാലെ മേസെ ചൽക്കർ ആനാ പടുത്താത്ത. പത്തിക്കോ എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർ, പെഡസ്ട്രിയൻസ്. അപ്പോൾ അവർക്ക് കാൽനട യാത്രക്കാർക്ക് ഈ നാലെ മേസെ ചൽക്കർ ആനാ പടുത്താത്ത ഈ ചാലിലൂടെ നടന്ന് വരേണ്ടതായി ഉണ്ടായിരുന്നു. खेल अभी बंद ही हुआ था और खिलाड़ी लोग बैठे दम ले रहे थे कि കളി ഇപ്പോൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഓർ കളിക്കാർ ബേട്ടെ ദം ലേ രഹത്തെ ഇരുന്ന് അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. ദം ലേ രഹത്തെ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുകയായിരുന്നു. സാസ് ലേ രഹത്തെ ശ്വാസമൊക്കെ വിട്ട് നന്നായിട്ട് ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ഏക് കിസാൻ അനാജ് സെ ഭരി ഹുയി ഗാഡി ലിയേ ഹുയെ ഉസ് നാലേ മേ ആയ. ഒരു കർഷകൻ ധാന്യങ്ങൾ നിറഞ്ഞ ഒരു വണ്ടിയുമായിട്ട് ഗാഡി ലിയേ ഒരു വണ്ടിയുമായിട്ട് ഉസ് നാലേ മേ ആയ ആ വഴിയിലേക്ക് വന്നു, നാലയിലേക്ക് വന്നു. ലേക്കിൻ കുച്ചിത്തോ നാലയമേ കീച്ചെടുത്ത പക്ഷേ കുറച്ച് ആ നാലയിൽ ചളി ഉണ്ടായിരുന്നു. കീച്ചട് എന്ന് പറഞ്ഞാൽ ചളി ഉണ്ടായിരുന്നു. और कुछ उसकी चढ़ाई इतनी ऊंची थी कि गाड़ी ऊपर न चढ़ सकती थी. പിന്നെ അതിൻ്റെ ചടായി അതായത് ചെറിയൊരു കയറ്റം ഉണ്ടായിരുന്നു.
കുച്ച് ഉസ്കി ചടായി ഇത്തിനി ഊഞ്ചി, നല്ലൊരു ഉയരത്തിൽ ആയിരുന്നു ഉയരത്തിലോട്ട് ഈ ഗാഡി കയറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ചടിശക്തി. അപ്പോൾ ഈ കർഷകന് ഈ വണ്ടി ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. കബി ബൈലോങ്കോ ലൽക്കാർത്ത, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കാളകളെ ഇങ്ങനെ തെളിച്ചുകൊണ്ടേയിരുന്നു. ആ കാളയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, തെളിച്ചുകൊണ്ടേയിരുന്നു. കബി പയ്യോങ്കോ ഹാദ്സെ ഡക്കേൽത്ത, ഡക്കേൽത്ത എന്ന് പറഞ്ഞാൽ ദക്കാദേനം, അതായത് മുന്നോട്ട് പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചക്രം ഉന്തുന്നുമുണ്ടായിരുന്നു. ഡക്കേൽത്ത എന്ന് പറഞ്ഞാൽ ദക്കാദേക്കർ ആകെ ബടാന, അതായത് ഉന്തിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉന്തി കൊടുക്കുക. ലേക്കിൻ ബഹുത് അധിക് ഥാ ഓർ ബേൽ കംസോർ, പക്ഷേ ഭാരം കൂടുതലായിരുന്നു. ബേൽ കംസോർ, ഈ കാള ഒരു കംസോർ, അതായത് വീക്കായിട്ടുള്ള കാളയായിരുന്നു, ശക്തിയൊന്നുമില്ലാത്ത കാളയായിരുന്നു. ഗാഡി ഊപ്പർ को न चढ़ती और चढ़ती भी तो कुछ दूर चढ़कर फिर घिसक कर नीचे पहुंच जाती. ഗാഡി ഊപ്പർ को न चढ़ती, ഗാഡി മുകളിലോട്ട് കയറുന്നില്ലായിരുന്നു. അഥവാ എങ്ങനെയെങ്കിലും ഉന്തിയിട്ടൊക്കെ കയറ്റുകയാണെങ്കിൽ തന്നെ അത് വീണ്ടും വഴുതിയിട്ട് താഴോട്ട് തന്നെ വരുമായിരുന്നു. ഗിസക്കർ എന്ന് പറഞ്ഞാൽ വഴുതിയിട്ട് നീച്ചെ പहुंच താഴെ തന്നെ എത്തിച്ചേരുമായിരുന്നു. കിസാൻ ബാർ ബാർ ജോർ ലഗാത്ത ഓർ ബാർ ബാർ ജുഞ്ചിലാക്കർ ബേലോങ്കോ മാർത്ത, കിസാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ശക്തി പ്രയോഗിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ബാർ ബാർ ജുഞ്ചിലാക്കർ ബേലോങ്കോ മാർത്ത, അതും കൂടാതെ വീണ്ടും വീണ്ടും അസ്വസ്ഥനായിട്ട് പരേഷാനായിട്ട്, ഈ ജുഞ്ചിലാക്കർ എന്ന് പറഞ്ഞാൽ പരേഷാൻ ഹോക്കർ, അതായത് അസ്വസ്ഥനായിട്ട് കാളകളെ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ലേക്കിൻ ഗാഡി ഉഭർനേക്കാ നാം ലേത്തി, പക്ഷേ ഗാഡി മുകളിലോട്ട് പൊങ്ങി വരുന്നില്ലായിരുന്നു. ഉഭർന എന്ന് പറഞ്ഞാൽ ബാഹർ നിക്കൽന, പുറത്തേക്ക് വരിക. बेचारा इधर उधर निराश होकर ताकता मगर वहाँ कोई सहायक नजर न आता. ആ പാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിരാശനായിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു. താക്കത്ത എന്ന് പറഞ്ഞാൽ നോക്കുകയായിരുന്നു. മഗർ വഹ കോയി സഹായക് നസർ നാത്ത, പക്ഷെ അവിടെ ഒരു സഹായിക്കുന്ന ആളെയും കണ്ടില്ല. ഗാഡിക്കോ അക്കേലെ ചോടുക്കർ കഹി ജാബി നഹി സക്ത, ഈ വണ്ടി അവിടെ തനിയെ വിട്ടിട്ട് എങ്ങോട്ടും പോകാനും കഴിയില്ലായിരുന്നു. കാരണം അതിൽ നിറയെ ധാന്യങ്ങളുണ്ട്. ബടി ആപത്തിമേ ഫസാ ഹുവാത്ത, വലിയൊരു ആപത്തിൽ തന്നെയായിരുന്നു കുടുങ്ങിപ്പോയത്. ആപത്തി എന്ന് പറഞ്ഞാൽ മുസീബത്ത്, കഷ്ടപ്പാട് തന്നെ അദ്ദേഹം കുടുങ്ങിപ്പോയി. ഇസി ബീച്ച് മേ കിലാടി ഹാത്തോമേ ഡണ്ടേ ലിയെ ഗോംത്തെ ഗാംത്തെ ഉദർ സേ നിക്കലെ, അപ്പോൾ അതിനിടയിൽ കളിക്കാർ കയ്യിൽ വടിയുമൊക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് അതിലൂടെ ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങി. ഈ കളിക്കാർ അവിടെ ഇരുന്ന് വിശ്രമിച്ചു കൊണ്ടിരുന്ന കളിക്കാർ കയ്യിൽ വടിയൊക്കെ പിടിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ പോകാനായിട്ട് തുടങ്ങി. കിസാനെ ഉൻകി തരഫ് സഹമി ഹുയി ആങ്കോ സെ ദേഖ, ഈ കർഷകൻ അവരുടെ നേരെ പേടിച്ചുകൊണ്ടുള്ള ഒരു ദയനീയമായ അവസ്ഥയിൽ ആ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കി. സഹമി ഹുയി എന്ന് പറഞ്ഞാൽ ഡരാ ഹുവ, അതായത് പേടിച്ചിട്ട് ഞാനിങ്ങനെ കുടുങ്ങിപ്പോയല്ലോ, കാളയെ മുകളിലോട്ട് പൊക്കാനും പറ്റുന്നില്ല, അഥവാ എങ്ങനെയെങ്കിലും ഉയർത്തുകയാണെങ്കിൽ തന്നെ വഴുതിയിട്ട് താഴോട്ട് തന്നെ വീണ് പോകുന്നു, മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ വിഷമപൂർണമായ ഈ അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ നോക്കി, ഈ കളിക്കാരെ നോക്കി. പരന്തു കിസീസെ മദത് മാംഗനേക്ക സാഹസ് ന ഹുവ, പക്ഷെ ആരോടും സഹായം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഖിലാഡിയോനെ ബി ഉസ്കോ ദേക്ക മഗർ ബന്ദ് ആങ്കോസെ, പക്ഷേ കളിക്കാരും അദ്ദേഹത്തെ നോക്കി. അവിടെ ഒരു കർഷകൻ ഇരിപ്പുണ്ട്, ധാന്യങ്ങളായിട്ടുള്ള വണ്ടിയൊക്കെ ആയിട്ട് അവിടെ കർഷകനുണ്ട്, അവിടെ അങ്ങ് പെട്ടുപോയിരിക്കുകയാണ്. അവർ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരത് കണ്ടില്ലെന്ന് നടിച്ചു. ബന്ധാഘോസ് എന്ന് പറഞ്ഞാൽ കണ്ടു പക്ഷേ കണ്ടില്ലെന്ന് നടിച്ചു. ജിന്മേ സഹാനുഭൂതി നാത്തി, അവരിൽ സഹാനുഭൂതി ഉണ്ടായിരുന്നില്ല. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ സഹതാപം, സിമ്പതി ഉണ്ടായിരുന്നില്ല. ഉന്മേ സ്വാർത്ഥത, അവരിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു. മദത, അതായത് അഹങ്കാരമുണ്ടായിരുന്നു. സ്വാർത്ഥതയും അഹങ്കാരവുമായിരുന്നു. മഗർ ഉദാരത ഓർ വാത്സല്യക്ക നാം ബി നത, പക്ഷെ ഉദാരതയോ അതായത് ദയ ഉണ്ടായിരുന്നില്ല. വാത്സല്യം അതായത് സ്നേഹം, വാത്സല്യം അല്ലെങ്കിൽ സ്നേഹം അതും ഉണ്ടായിരുന്നില്ല. നാം ബി നത, അതായത് കുറച്ചുപോലും ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അവർക്ക് ദയ തോന്നിയില്ല, സ്നേഹം തോന്നിയില്ല. ഈ അവിടെ കഷ്ടപ്പെടുന്ന കർഷകനെ ഒന്ന് എല്ലാവരും കൂടിയിട്ട്
രക്ഷിക്കട്ടെ അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ സഹായിക്കട്ടെ എന്ന് അവർക്ക് ആർക്കും തോന്നിയില്ല. അവരിൽ ദയ വാത്സല്യമോ ഉണ്ടായിരുന്നില്ല, സ്വാർത്ഥതയും അഹങ്കാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. लेकिन उसी समूह में एक ऐसा मनुष्य था जिसके हृदय में दया थी और साहस था. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദയയും ധൈര്യവും ഉണ്ടായിരുന്നു. ദയാദി ഓർ സാഹസ്ത, ദയ അതായത് കാരുണ്യവും ഉണ്ടായിരുന്നു, പിന്നെ ധൈര്യവും ഉണ്ടായിരുന്നു. ആജ് ഹോക്കി ഖേൽത്തെ ഹുവേ ഉസ്കെ പേരോ മേ ചോട്ട് ലഗ് ഗയി തി. ഇന്ന് ഹോക്കി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ചോട്ട് ലഗ് ഗയി തി, മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ലംഗടാത്ത ഹുവ ധീരെ ധീരെ ചല ആതാത, മുടന്തിക്കൊണ്ട് മെല്ലെ മെല്ലെ നടന്നു വരികയായിരുന്നു. ലംഗടാത്ത ഹുവ എന്ന് പറഞ്ഞാൽ മുടന്തിക്കൊണ്ട്. അകസ്മാത് ഉസ്കെ നിഗാ ഗാഡി പർ പടി. അകസ്മാത് എന്ന് പറഞ്ഞാൽ അചാനക്, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നോട്ടം ഈ വണ്ടിയിലേക്ക് എത്തി. അതായത് അദ്ദേഹം കണ്ടു, കിസാൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. നിഗാഹ് എന്ന് പറഞ്ഞാൽ നോട്ടം. ടിറ്റക് ഗയ എന്ന് പറഞ്ഞാൽ റുക്ക് ഗയ, അവിടെ നിന്നു. ഉസേ കിസാൻ കി സൂരത്ത് ദേഖ്തേ ഹി സബ് ബാത്തേ ഗ്യാദ് ഹോ ഗയി. കിസാൻ്റെ മുഖം കണ്ടപ്പോഴേക്കും എല്ലാ കാര്യവും മനസ്സിലായി. സൂരത്ത് എന്ന് പറഞ്ഞാൽ മുഖം. കിസാൻ്റെ മുഖം കണ്ടപ്പോഴേക്ക് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഗ്യാദ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഡണ്ട ഏക് കിനാരെ രഖ് ദിയ, വടി ഒരു സൈഡിൽ വെച്ചു. കിനാരെ രഖ് ദിയ, സൈഡിൽ വെച്ചു. കോട്ട് ഉത്താർ ഡാല, കോട്ട് അഴിച്ചു വെച്ചു. ഓർ കിസാൻ കെ പാസ് ജാക്കർ ബോല, എന്നിട്ട് കിസാൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ബേ തുമാരി ഗാഡി നിക്കാൽ ദോ, ഞാൻ നിങ്ങളുടെ വണ്ടി പുറത്തെടുക്കാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. किसान ने देखा एक घटे हुए बदन का लंबा आदमी सामने खड़ा है. കിസാൻ എന്താ കണ്ടത്? കർഷകൻ കണ്ടു ഒരു ഘട്ടെ ഹുവേ ബദൻ ക. ഘട്ടെ ഹുവേ ബദൻ എന്ന് പറഞ്ഞാൽ നല്ല വെൽ ബിൽഡ് ബോഡി ആയിട്ടുള്ള, അതായത് നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. ജുക്കർ ബോല, കുനിഞ്ഞിട്ട് പറഞ്ഞു, ഹുസൂർ മേ ആപ്സെ കേസേ കഹും. ഹുസൂർ എന്ന് റെസ്പെക്റ്റോടു കൂടി പറയുകയാണ്. മേ ആപ്സെ കേസേ കഹും, ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് പറയുക. യുവക് കഹ, അപ്പോൾ ഈ യുവാവ് പറഞ്ഞു, മാലൂം ഹോത്താ ഹെ തും യഹാ ബഡി ദേർ സെ ഫസേ ഹും, എനിക്ക് മനസ്സിലായി, നിങ്ങളിവിടെ വളരെ സമയമായിട്ട് കുടുങ്ങി കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫസ്ന എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവുക. अच्छा तुम गाड़ी पर जाकर बैलों को साधो, मैं पहियों को ढकेलता हूँ, अभी गाड़ी ऊपर चढ़ जाती है. अच्छा ശരി, തും ഗാഡി പർ ജാക്കർ ബേലോം കോ സാധോ, നിങ്ങൾ ഗാഡിയുടെ മുകളിലേക്ക് പോയിട്ട് കാളയെ സാധോ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യൂ, കാളയെ കൺട്രോൾ ചെയ്യൂ, കാളയെ തെളിക്കൂ, മുന്നോട്ട് തെളിക്കുക. മേ पहियों को ढकेलता हूँ, ഞാൻ ചക്രം ഉന്തിത്തരാം. അഭി ഗാഡി ഊപ്പർ ചടി ജാത്തി ഹെ, ഇപ്പോൾ ഗാഡി മുകളിലോട്ട് കയറും. കിസാൻ ഗാഡി പർ ജാ ബൈഠ, കിസാൻ എന്ത് ചെയ്തു? കർഷകൻ വണ്ടിയുടെ മുകളിൽ പോയിട്ട് ഇരുന്നു. യുവകിനെ പഹിയോക്കോ സോർ ലഗാക്കർ ഉക്സായ, യുവാവ് എന്ത് ചെയ്തു? ചക്രങ്ങൾ നല്ല ശക്തി പ്രയോഗിച്ചിട്ട് അങ്ങനെ ഉന്തി കൊടുക്കാനായിട്ട് തുടങ്ങി. കീച്ചഡ് ബഹുത് ജ്യാദാദ, കീച്ചഡ് കൂടുതലായിരുന്നു, ചളി കൂടുതലായിരുന്നു. ഗുട്ടനെ തക് ജമീൻ മേ ഗഡ് ഗയ, അദ്ദേഹം ഗുട്ടനെ തക് മുട്ട് വരെ മണ്ണിലങ്ങ് ഗഡ്ഗയ, അതായത് മണ്ണിൽ ആഴ്ന്നു പോയി. ഗഡ്ഗയ എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞു പോയി, കാലങ്ങ് കുഴിഞ്ഞു പോയി മുട്ട് വരെ. ലേക്കിൻ ഹിമ്മത്ത് നഹാരി, പക്ഷെ അദ്ദേഹം ധൈര്യം കൈവെടിഞ്ഞില്ല. ഉസ്നെ ഫിർ സോർ കിയ, പിന്നീടും ശക്തി പ്രയോഗിച്ചു. ഉദർ കിസാനെ ബൈലോങ്കോ ലൽക്കാര, അവിടെ വണ്ടിയുടെ മുകളിൽ നിന്ന് കർഷകൻ കാളകളെ തെളിക്കാനായിട്ട് തുടങ്ങി. മുകളിലോട്ട് കയറാനും അങ്ങനെ കാളയോട് കയറാൻ പറഞ്ഞിട്ട്, ലൽക്കാര എന്ന് പറഞ്ഞാൽ കാളയോട് ശബ്ദം ഉണ്ടാക്കില്ല, അതിനാണ് ലൽക്കാര എന്ന് പറയുന്നത്. കാളയെ തെളിക്കാൻ തുടങ്ങി. ബൈലോങ്കോ സഹാര മില, ഹിമ്മത്ത് ബന്ദ് ഗയി, ഉन्होंने कंधे झुकाकर एक बार जोर किया तो गाड़ी नाले के ऊपर थी. ബൈലോങ്കോ സഹാര മില, അപ്പോൾ കാളകൾക്കൊരു താങ്ങ് ലഭിച്ചു. ഹിമ്മത്ത് ബന്ദ് ഗയി, ഉन्होंने कंधे झुकाकर, അദ്ദേഹം ധൈര്യത്തോടു കൂടി എന്ത് ചെയ്തു? കന്ധേ झुकाकर, തോള് ഇങ്ങനെ കുനിച്ച് വെച്ചിട്ട് വീണ്ടും ഏക് ബാർ സോർ കിയ, വീണ്ടും ശക്തി പ്രയോഗിച്ചു. തോ ഗാഡി നാലേക്ക് ഉപ്പർത്തി, അപ്പോൾ വണ്ടി ഈ നാലയുടെ മുകളിലേക്ക് എത്തി, മുകളിൽ എത്തിച്ചേർന്നു.
ഉക്സാന എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുക. കിസാൻ യുവക് കെ സാമനെ ഹാത്ത് ചോടുക്കർ ഖടാ ഹോ ഗയ. കർഷകൻ യുവാവിൻ്റെ അടുത്ത് കൈകൂപ്പിയിട്ട് നിന്നു. ബോല മഹാരാജ് ആപ്നെ ആജ് മുझे ഉബാർ ലിയ നഹി തോ സാരി രാത് മുझे യഹാ ബൈഠന പഡ്ത. മഹാരാജ് അതായത് റെസ്പെക്റ്റോടുകൂടി വിളിക്കുകയാണ്. മഹാരാജ് നിങ്ങൾ ഇന്ന് എന്നെ ഉബാർ ലിയ എന്ന് എന്നെ ബച്ചാലിയ, എന്നെ രക്ഷപ്പെടുത്തി. നഹി തോ സാരി രാത് അല്ലെങ്കിൽ രാത്രി മുഴുവൻ മുझे യഹാ ബൈഠന പഡ്ത, ഞാനിവിടെ ഇരിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. രാത്രി മുഴുവൻ ഞാനിവിടെ ഇരിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി. യുവകിനെ ഹസ്കർ കഹ. അപ്പോൾ യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആപ്പ് മുझे കുച്ച് ഇനാം ദേത്തെ ഹോ. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാമോ, തരുന്നുണ്ടോ? കിസാനെ ഗംഭീർ ഭാവസെ കഹ. അപ്പോൾ കർഷകൻ ഒരു പ്രൗഢോട് കൂടിയിട്ട് പറഞ്ഞു, നാരായൺ ചാഹേംഗെ തോ ദീവാനി ആപ്കോ ഹി മിലേഗി. നാരായൺ അതായത് ദൈവം, നാരായൺ വിചാരിക്കുകയാണെങ്കിൽ ഈ ദീവാനി സ്ഥാനം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. യുവകിനെ കിസാൻ കി തരഫ് ഗൗർ സേ ദേക്ക. അപ്പോൾ യുവാവ് കർഷകന് നേരെ ഗൗർ സേ ദേക്ക എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധാപൂർവം നോക്കി. കർഷകന് നേരെ ശ്രദ്ധയോടുകൂടി നോക്കി. ഉസ്കെ മൻമേ ഏക് സന്ദേഹ ഹുവ. യുവാവിൻ്റെ മനസ്സിലൊരു സംശയം വന്നു. ക്യാ യേ സുജാൻ സിംഗ് തോ നഹി ഹെ. ഇത് സുജാൻ സിംഗ് ആണോ എന്ന് തോന്നി. ആവാസ് മിൽത്തി ഹെ, സൗണ്ട് അതുപോലെ തോന്നുന്നുണ്ട്. ചെഹ്റ മൊഹരാബി വഹി, മുഖവും അത് തന്നെ, അതായത് വ്യക്തിത്വം കാണാനും അതുപോലെ തന്നെ തോന്നുന്നു. കിസാൻ നെ ബി ഉസ്കി ഓർ തീവ്ര ദൃഷ്ടി സെ ദേക്കാം. അപ്പോൾ കിസാനും ഈ യുവാവിന് നേരെ തീവ്ര ദൃഷ്ടി സെ ദേക്ക, തീവ്രമായിട്ട് നന്നായിട്ട് തന്നെ നോക്കി. ഷായദ് ഉസ്കെ ദിൽ കെ സന്ദേഹക്കോ ബാപ്പ് ഗയ. ചിലപ്പോൾ ഈ യുവാവിൻ്റെ മനസ്സിലുള്ള സംശയം കിസാനിന് കർഷകന് ബാപ്പ് ഗയ, അതായത് സമജ് ഗയ, കിസാനിന് മനസ്സിലായി. ഇവന് എന്നെ ഞാൻ സുജാൻ സിംഗ് ആണെന്ന കാര്യം ഇവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് കർഷകനും മനസ്സിലായി. മുസ്കരാക്കർ ബോല, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗഹരെ പാനി മേ പൈഠ്നെ സേ ഹി മോത്തി മിൽത്താ ഹെ. വെള്ളത്തിൽ ആഴത്തിൽ മുങ്ങിപ്പോയാൽ മാത്രമേ മുത്ത് ലഭിക്കുകയുള്ളൂ. നന്നായിട്ട് അടിയിലേക്ക് പോയാലേ മുത്ത് ലഭിക്കുകയുള്ളൂ. അതേപോലെ കോശിഷ് കർണേ പർ ഹി സഫലത മിൽത്തെ. ഇതിൻ്റെ അർത്ഥം കോശിഷ് കർണേ പർ ഹി സഫലത മിൽത്തെ. അധ്വാനിച്ചാൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ, അല്ലേ? നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. ഗഹരെ പാനി മേ പൈഠ്നെ സേ ഹി മോത്തി മിൽത്താ ഹെ. പൈഠ് ജാന എന്ന് പറഞ്ഞാൽ ഗുസ് ജാന, അതായത് നുഴഞ്ഞു കയറുക. അതായത് ആഴത്തിലുള്ള വെള്ളത്തിലേക്ക് നുഴഞ്ഞു കയറിപ്പോയാൽ മാത്രമേ നമുക്ക് മുത്ത് ലഭിക്കുകയുള്ളൂ. അതേപോലെ നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ. ഇതാണ് നാല. ഈ നാലയിൽ ഇവിടെ അനാജ് നിറഞ്ഞ ധാന്യങ്ങളൊക്കെ നിറച്ചിട്ട് വണ്ടിയുമായിട്ട് കാളവണ്ടിയുമായിട്ട് കിസാന് ശ്രമിക്കുകയാണ്. കുറച്ച് കയറ്റമുണ്ട്, മുകളിലോട്ട് കയറ്റാനായിട്ട് ശ്രമിക്കുന്ന ഫോട്ടോ ആണിത്. നിദാൻ മഹീന പൂരാ ഹുവ. അപ്പോൾ പറഞ്ഞ മാസം കംപ്ലീറ്റ് ആയി. ഒരു മാസത്തെ കാര്യമായിരുന്നു സുജാൻ സിംഗ് പറഞ്ഞിരുന്നത്. നിദാൻ എന്ന് പറഞ്ഞാൽ അവസാനം, ആ മഹീന പൂരാ ഹുവ, മാസം കംപ്ലീറ്റ് ആയി. ചുനാവ് ക ദിൻ ആ പഹുഞ്ച. ചുനാവ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം എത്തിച്ചേർന്നു. उम्मीदवार लोग प्रातःकाल ही से अपनी किस्मतों का फैसला सुनने के लिए उत्सुक थे. ഉമ്മീദ്വാർ അതായത് കാൻഡിഡേറ്റ്സ് പ്രാതःകാൽ സെ ഹി, പ്രഭാതം തൊട്ട് തന്നെ തങ്ങളുടെ ഭാഗ്യത്തെ, കിസ്മത്തോं का फैसला सुनने के लिए, തൻ്റെ ഭാഗ്യത്തിൻ്റെ ആ ഫേസ്ല എന്തായിരിക്കും അതിൻ്റെ തീരുമാനം, അത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അവർ ഉത്സുക്തെ, അവർ ആവേശം കൊണ്ടിരിക്കുകയായിരുന്നു. ദിൻ കാട്ടന പഹാഡ് ഹോ ഗയാത, അതായത് സമയം കാട്ടന മുഷ്കിൽ ഹോ ഗയാത. എങ്ങനെയെങ്കിലും പെട്ടെന്ന് സമയം മുന്നോട്ട് പോകണം, എന്നിട്ട് റിസൾട്ട് അറിയണം, അതിനവർ കാത്തിരിക്കുകയായിരുന്നു. ദിൻ കാട്ടന പഹാഡ് ഹോ ഗയാത്ത എന്ന് പറഞ്ഞാൽ സമയം കാട്ടന മുഷ്കിൽ ഹോ ഗയാത്ത. അത്രയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ടായി തോന്നി, സമയം മുന്നോട്ട് നീങ്ങാത്ത പോലെ തോന്നി. പ്രത്യേക ചെഹരെ പർ ആശ ഓർ നിരാശാക്കെ രംഗ് ആത്തെ थे. ഓരോരുത്തരുടെയും മുഖത്ത് ആശയുടെയും നിരാശയും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. ജയിക്കുമോ, അല്ലെങ്കിൽ ആശ, അതായത് ഞാൻ ജയിച്ചാലോ, എനിക്ക് സ്ഥാനം ലഭിച്ചാലോ, നിരാശ അതായത് തോറ്റുപോയാലോ, ഇതൊക്കെ ഇങ്ങനെ ഈ ഭാവങ്ങളൊക്കെ മുഖത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു.
नहीं मालूम आज किसके नसीब जागेंगे न जाने किस पर लक्ष्मी की कृपा दृष्टि होगी. അറിയില്ല, നെഹി മാലും അറിയില്ല, ആജ് കിസ്കെ നസീബ് ജാഗെങ്കെ ഇന്ന് ആരുടെ ഭാഗ്യമാണ് തെളിയുക. കിസ്കെ നസീബ് ജാഗെങ്കെ അതായത് ആർക്കാണ് ഇന്ന് ഭാഗ്യം ഉണ്ടാവുക. കിസ് പർ ലക്ഷ്മിക്ക് കൃപ ദൃഷ്ടി ഹോഗി, ആരിലാണ് ലക്ഷ്മിജി കൃപ ചൊരിയുക, അത് കൃപാദൃഷ്ടി ഉണ്ടാവുക, ആർക്കാണ് ഈ സ്ഥാനം ലഭിക്കുക. സന്ധ്യാസമയ രാജാ സാഹബ് ക ദർബാർ സജായാ ഗയ. സന്ധ്യാസമയമായപ്പോൾ രാജാ സാഹബിൻ്റെ ദർബാർ, ഈ രാജസദസ് अलंकरिकപ്പെട്ടു. शहर के रईस और धनाढ्य लोग, राज्य के कर्मचारी और दरबारी तथा दीवानी के उम्मीदवारों का समूह सब रंग बिरंगी सज धज बनाए दरबार में आ विराजे. അപ്പോൾ ആരൊക്കെയാണ് ദർബാറിൽ ഈ രാജസദസ്സിൽ എത്തിച്ചേർന്നത്? ഷെഹർ കെ റയീസ് എന്ന് പറഞ്ഞാൽ പണക്കാരെ പോലെ തോന്നിക്കുന്ന എടുപ്പുള്ള ആളുകൾ, ആ പട്ടണത്തിലെ ആളുകൾ, വലിയ വലിയ ആളുകൾ. ധനാഢ്യ ലോക് അതായത് പണക്കാരായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആളുകൾ. രാജ്യക്കെ കർമ്മചാരി, ആ നാട്ടുരാജ്യത്തെ ജീവനക്കാർ, കർമ്മചാരി എംപ്ലോയീസ്. പിന്നെ ദർബാരി രാജസദസ്സിലെ ആളുകൾ. തഥാ ദീവാനിക്ക് ഉമ്മീദ്വാർ, ഈ സ്ഥാനത്തിന് കാത്തു നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, ഈ കാൻഡിഡേറ്റ്സ്, ഇവരുടെ കൂട്ടം, ഇവരെല്ലാം രംഗ് ബിരങ്കി സജ് ധജ് ബന, എല്ലാവരും നന്നായിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ദർബാറിൽ വന്നിരുന്നു. ആ വിരാജെ വന്നിരുന്നു. ഉമ്മീദ്വാരോക്ക് കലേജെ ധടക് രഹത്തെ, ഈ കാൻഡിഡേറ്റ്സിൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. റിസൾട്ട് അറിയാനാവുകയാണ്, അപ്പോൾ അവരുടെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. ജബ് സർദാർ സുജാൻ സിംഗ് നെ ഖഡേ ഹോകർ കഹാ, സർദാർ സുജാൻ സിംഗ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മേരെ ദിവാനിക്ക് ഉമ്മീദ്വാർ മഹാശയോ, എൻ്റെ ഈ ദിവാനി സ്ഥാനത്തിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള മഹാന്മാരെ, മേനെ ആപ് ലോഗോങ്കോ ജോ കഷ്ട ദിയാ ഹെ ഉസ്കെ ലിയെ മുझे ക്ഷമാ കീജിയെ, ഞാൻ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി, അതായത് ഒരു മാസം ഇവിടെ നിർത്തി പരീക്ഷിച്ചു, അപ്പോൾ അതിന് മുझे ക്ഷമാ കീജിയെ, എന്നോട് ക്ഷമിച്ചാലും. इस पद के लिए ऐसे पुरुष की आवश्यकता थी जिसके हृदय में दया हो और साथ साथ ആത്മബൽ. ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പുരുഷൻ്റെ ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ ഹൃദയത്തിൽ ധൈര്യം ഉണ്ടായിരിക്കണം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആത്മധൈര്യവും ഉണ്ടായിരിക്കണം. ഹൃദയ വഹ്ജോ ഉദാർ ഹോ, ഹൃദയം ഉദാരമായിരിക്കണം, അതായത് മനസ്സിൽ ധൈര്യം ഉണ്ടാവണം, കാരുണ്യം ഉണ്ടാവണം. आत्मबल वह जो आपत्ति का वीरता के साथ सामना करे और इस रियासत के सौभाग्य से हमें ऐसा पुरुष मिल गया. ആത്മധൈര്യം ഉണ്ടായിരിക്കണം. വഹ് ജോ ആപത്തി ക വീർത്താക്കെ സാത്ത് സാമന കരെ, അതായത് ആപത്ത് ഘട്ടം വരുമ്പോൾ വീരതയോടുകൂടി ധൈര്യത്തോടുകൂടി ഇതിനെ നേരിടാനുള്ള ആ ധൈര്യം ഉണ്ടായിരിക്കണം. ഓർ ഈ റിയാസത്ത് കെ സൗഭാഗ്യസെ, ഈ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഹമേ ഏസാ പുരുഷ് മിൽ ഗയ, നമുക്ക് അങ്ങനെയുള്ളൊരു പുരുഷനെ കിട്ടിയിട്ടുണ്ട്. ഏസെ ഗുണവാലെ സംസാർ മേ കം ഹെ, ഇങ്ങനത്തെ ഗുണമുള്ള ആളുകൾ ലോകത്തിൽ കുറവാണ്. ഓർ ജോ ഹേ വേ കീർത്തി ഓർ മാൻ കെ ശിഖർ പർ ബൈഠേ ഹുവേ ഹെ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ കീർത്തിയുടെയും അഭിമാനത്തിൻ്റെയും ഉന്നത പദവിയിൽ ഇരിക്കുകയാണ്. കീർത്തി ഓർ മാൻ കെ ശിഖർ പർ ബൈഠേ ഹുവേ ഹെ, അതായത് അവരൊക്കെ ഉയർന്ന സ്ഥാനത്താണ്, പ്രശസ്തിയുടെയും അഭിമാനത്തിൻ്റെയൊക്കെ ഉയർന്ന സ്ഥാനത്താണ് അവരിയ്ക്കുന്നത്. ഉൻതക് ഹമാരി പഹൂഞ്ച് നഹി, അവർ നമ്മൾ എത്തിച്ചേരില്ല. मैं रियासत के पंडित जानकी नंदा को दीवानी पाने का बधाई देता हूँ. ഞാൻ റിയാസത്ത് കെ പണ്ഡിത്, ഇവിടുത്തെ പണ്ഡിതനായ ജാനകി ജാനകിനാഥിന് ദീവാനി പാനിക്ക ബധായി ദേതാവും, അദ്ദേഹത്തിന് ദീവാനി പദ് ലഭിച്ചു, അതിൻ്റെ അനുമോദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറയുന്നു. റിയാസത്ത് കെ കർമ്മചാരിയോ ഓർ റയീസോനെ ജാനകിനാഥ് കി തരഫ് ദേക്കാം. അപ്പോൾ അവിടുത്തെ റിയാസത്ത് കെ നാട്ടുരാജ്യത്തെ ജീവനക്കാർ, കർമ്മചാരി എംപ്ലോയീസ്, പിന്നെ റയീസോ അതായത് പണക്കാരായിട്ടുള്ള ആളുകൾ, നല്ല ഉയർന്ന സ്ഥാനത്തുള്ള ആളുകൾ, അവരൊക്കെ ജാനകിനാഥിന് നേരെ നോക്കി. ഉമ്മീദ്വാർ ദൽക്കി ആക്കെ ഉദർ ഉട്ടി, അപ്പോൾ ഉമ്മീദ്വാർ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ആയിട്ടുള്ള ആളുകളുടെ കണ്ണുകളും അങ്ങോട്ട് നീങ്ങി, അതായത് അവരും അങ്ങോട്ട് നോക്കി. മഗർ ഉൻ ആഖോമേ സത്കാർ ഥാ ഇൻ ആഖോമേ ഈർഷ്യ,
മഗർ ഉൻ ആഘോ മേ സത്കാർ ത, ആരുടെ ഉൻ ആഘോ മേ സത്കാർ ത, ആ കണ്ണുകളിൽ സത്കാർ അതായത് ആദിത്യ മര്യാദയായിരുന്നു ആ കണ്ണുകളിൽ. ആരുടെ കണ്ണുകളിൽ? ഈ കർമ്മചാരിയോ റയീസോ, അതായത് അവിടുത്തെ സദസ്സിലിരിക്കുന്ന ആളുകൾ, ഈ അവിടുത്തെ കർമ്മചാരി, പിന്നെ റയീസ് പണക്കാരായിട്ടുള്ള ഉയർന്ന സ്ഥാനത്തുള്ള ആളുകൾ, അവരുടെയൊക്കെ കണ്ണുകളിൽ ആദിത്യ മര്യാദയായിരുന്നു. ഇൻ ആഘോമെ ഈർഷ്യ, ഇവരുടെ കണ്ണുകളിൽ ഈർഷ്യ അതായത് അസൂയായിരുന്നു. ആരുടെ കണ്ണുകളിൽ? ഉമ്മീദ് വാർദൽ, അതായത് ഇതിൽ പങ്കെടുക്കാനെത്തിയ ഈ കാൻഡിഡേറ്റ്സിൻ്റെ കണ്ണുകളിൽ ഈർഷ്യയായിരുന്നു, അസൂയ ആയിരുന്നു. അവർക്ക് കിട്ടിയില്ലല്ലോ, ഇദ്ദേഹത്തിനാണല്ലോ ഈ സ്ഥാനം ലഭിച്ചത് എന്ന ആ അസൂയയായിരുന്നു. സർദാർ സാഹബ് നെ ഫിർ ഫർമായ, സർദാർ സുജാൻ സിംഗ് വീണ്ടും പറഞ്ഞു, ആപ് ലോഗോं को ये स्वीकार करने में कोई आपत्ति न होगी, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സ്വീകരിക്കുന്നതിൽ ഒരു എതിർപ്പും ഉണ്ടാകില്ല. कोई आपत्ति न होगी, ഒരു എതിർപ്പും ഉണ്ടാകില്ല. കി എന്തുകൊണ്ടെന്നാൽ ജോ പുരുഷ സ്വയം ജഗ്മി ഹോക്കർ ബി, ഏത് പുരുഷനാണോ സ്വയം മുറിവേറ്റിട്ട് പോലും ഏക് ഗരീബ് കിസാൻ കി, ഒരു പാവപ്പെട്ട കർഷകൻ്റെ ബരി ഹുയി ഗാഡിക്കോ, നിറഞ്ഞ അനാജ് നിറഞ്ഞ ധാന്യങ്ങൾ നിറഞ്ഞ ഗാഡിയെ കാളവണ്ടിയെ ദൽദൽ സെ നികാൽ കർ, ഈ ചതുപ്പിൽ നിന്ന് പുറത്തെടുത്തിട്ട് നാലയ്ക്ക് ഉപ്പർ ചടാതെ, ഈ ചാലിൻ്റെ മുകളിലോട്ട് കയറ്റി ഉസ്കെ ഹൃദയമേ സാഹസ്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ധൈര്യവും ആത്മബലവും ഓർ ഉദാരത കാ വാസ്, ധൈര്യവും ഉദാരത അതായത് ദയയും ആത്മബലവും എല്ലാം ഉണ്ട്. ഏസ ആദ്മി ഗരീബോं को कभी न सताएगा, ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ പാവപ്പെട്ടവരെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല. ഉസ്കാ സങ്കല്പ് ദൃഢ് ഹേ ജോ ഉസ്കെ ചിത്ത് കോ സ്ഥിർ രഖേഗ, അവരുടെ ചിന്തകൾ ദൃഢമാണ്, അത് അവരുടെ മനസ്സിനെ സ്ഥിരമാക്കി വയ്ക്കും. വ ചാഹെ ധോക്കാ ഖായെ പരന്തു ദയാ ഓർ ധർമ്മ സെ കഭി ന ഹട്ടേഗ, അവർ ധോക്കാ ഖായെ, അവർ ചതിക്കപ്പെട്ടാലും ദയാ ഓർ ധർമ്മ സെ കഭി ന ഹട്ടേഗ, കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കില്ല. ദൽദൽ എന്ന് പറഞ്ഞാൽ वो ज़मीन जो गहराई तक गीली हो और जिससे पैर नीचे को दस्ता हो, അതായത് ചളി, കാല് അടിയിൽ വരെ താഴ്ന്നു പോകുന്ന രീതിയിലുള്ള നനഞ്ഞ മണ്ണ്. പിന്നെ ഉദാരത എന്ന് പറഞ്ഞാൽ ദാനശീലത അല്ലെങ്കിൽ ദയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഗരീബോं को नहीं सताएगा, सताएगा എന്ന് പറഞ്ഞാൽ नहीं सताएगा അതായത് കഷ്ടപ്പെടുത്തില്ല, ബുദ്ധിമുട്ടിക്കില്ല. लेखक से परिचय, हिंदी के एक महान लेखक और कथा सम्राट के नाम से प्रसिद्ध प्रेमचंद का वास्तविक नाम ധനപത് റായ് था. അപ്പോൾ പ്രേംചന്ദിൻ്റെ ശരിയായ പേരെന്തായിരുന്നു? ധനപത് റായ് എന്നായിരുന്നു. അദ്ദേഹം ഹിന്ദിയിലെ മഹാനായ ലേഖകനും പിന്നെ കഥാസമ്രാട്ടും ആയിരുന്നു. കഥാസമ്രാട്ട് ഒരു ലേഖക് എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാസ്തവിക നാമം ധനപത് റായ് എന്നായിരുന്നു. उन्होंने समाज सुधार और राष्ट्रीय भावना से ओत-प्रोत कई कहानियाँ और उपन्यास लिखे. അദ്ദേഹം സമാജ് സുധാർ അതായത് സാമൂഹിക പരിഷ്കാരവും പിന്നെ രാജ്യവികാരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരുപാട് കഥകളും ഉപന്യാസങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. उनकी अनेक कहानियाँ जैसे ईदगाह, बड़े भाई साहब, गुल्ली डंडा, दो बैलों की कथा आदि बड़ों और बच्चों के बीच बहुत पढ़ी और सराही गई है. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസായ ഈദ്ഗാഹ്, ബഡേ ഭായ് സാബ്, ഗുല്ലി ഡണ്ട, ദോ ബൈലോം കി കഥ ഇവയൊക്കെ വലിയവർക്കിടയിലും കുട്ടികൾക്കിടയിലും ഒക്കെ വളരെയധികം വായിക്കപ്പെട്ടിട്ടും പിന്നെ സരാഹി ഗയി ഹെ അഭിനന്ദിക്കപ്പെട്ടിട്ടുമുണ്ട്. അദ്ദേഹം ജനിച്ചത് 1880, നിര്യാതനായത് 1936.